+2 അക്കൗണ്ടൻസിയിലെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ ഡെത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കും, പിന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കും, അതുപോലെ ന്യൂ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഓക്കെ, അതുപോലെ ഡിസോൾവ് ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഇവിടെ ആദ്യം പറയുന്നത് നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ടുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, എപ്പോൾ തയ്യാറാക്കേണ്ട അക്കൗണ്ടുകളെ കുറിച്ചിട്ട്? അതെ, ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ടുകൾ. റീകോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത് നമ്മൾ തയ്യാറാക്കുന്നത് റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും ആണെങ്കിൽ നമ്മളിവിടെ തയ്യാറാക്കുന്നത്, അതായത് ഡിസൊല്യൂഷൻ്റെ സമയത്ത് തയ്യാറാക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ, നമ്മളിവിടെ എന്ത് തയ്യാറാക്കുന്നില്ല? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഡിസൊല്യൂഷനാണ്. നമ്മളുള്ള എല്ലാ അസറ്റും എന്ത് ചെയ്യും? വിൽക്കും, അല്ലേ? എല്ലാ ലയബിലിറ്റിയും പേ ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ ബാലൻസ് ഷീറ്റിൽ ബാക്കി ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ബാലൻസ് ഷീറ്റിനോടെ റിലവൻസ് ഇല്ല. ഓക്കെ, ശരി. ഇനി ഓരോന്നും ജസ്റ്റ് പറയാം. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്? റിയലൈസേഷൻ അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ പഠിക്കാണ്ട്, എന്നാലും ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് പറയാം. റിയലൈസേഷൻ അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള, ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ് എന്ത് ചെയ്യണം? വിൽക്കണം. അതുപോലെ ലയബിലിറ്റീസ് എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം, അല്ലെ? കൊടുത്ത് തീർക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? അത് ക്ലോസ് ആക്കണ്ടേ? ബുക്ക് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണ്ടേ? എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റീസും എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടാണെന്ത്? റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിലൊക്കെ നീന്ന് ക്ലോസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകളും ലയബിലിറ്റീസും ഏതൊഴിച്ച്, അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊഴിച്ച്, അതെ, ഫിക്റ്റീഷ്യസ് അസറ്റും അതുപോലെ ക്യാഷ്, ബാങ്ക് തുടങ്ങിയിട്ടുള്ള അസറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അസറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ അസറ്റൊക്കെ എന്ത് ചെയ്യുന്നു? ക്ലോസ് ആയി പോകുന്നു. ഓക്കെ, അതുപോലെ ലയബിലിറ്റി, ബാലൻസ് ഷീറ്റിലുള്ള ലയബിലിറ്റീസ്, ഏത്? എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. ഓക്കെ, ക്യാപിറ്റലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രം എന്ത് ചെയ്യുന്നു? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതും ക്ലോസ് ആയി പോകും. ഓക്കെ, അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനാ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകളും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. ഇനി അതിന് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനാ ഓരോ പാർട്ട്നേഴ്സിനും എന്താ പറയുക, അവർക്ക് ഫൈനൽ എമൗണ്ട് ഡ്യൂ ആവുന്നത് എത്രയെന്ന് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, പിന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അത് തയ്യാറാക്കണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ബാലൻസ് ഷീറ്റിലെ അസറ്റിലെ ക്യാഷും ബാങ്ക് നമ്മൾ എന്ത് ചെയ്യില്ല? പേ ഓഫ്, ക്ലോസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? തയ്യാറാക്കണം, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, പിന്നെ അതിൽ പറയാത്ത രണ്ട് കാര്യങ്ങൾ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് ലോൺ ഫ്രം എ പാർട്ട്ണർ. ഓക്കെ, ഞാൻ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ബാലൻസ് ഷീറ്റിലുള്ള ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരുന്നു, അല്ലേ? ലോൺ ഫ്രം എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ഫേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ലയബിലിറ്റിയാണ്. പക്ഷെ അതെന്തല്ല, ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ല. നമ്മുടെ ഫേമിലെ ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എടുത്ത ലോണാണ്. അതൊരിക്കലും എന്തെങ്കിലും എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ലാണ്ട് പാർട്ട്ണർക്ക് എന്ത് ചെയ്യണം? ലോൺ അക്കൗണ്ട് വഴി എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി നേരെ മറിച്ച് നമ്മളൊരു പാർട്ട്ണറുടെ വൈഫിൻ്റെ കയ്യിലാണ് ലോൺ എടുത്തെങ്കിൽ, വൈഫ് എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് തരുമ്പോൾ എന്താണ് അവിടെ ചിലപ്പോൾ ലോൺ ഫ്രം എ പാർട്ട്ണർ എന്നോ, ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ലോൺ ഫ്രം എ പാർട്ട്ണർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രൈവറ്റ് ആയിട്ട് ലോൺ അക്കൗണ്ട് വഴി എന്ത് ചെയ്യണം? കൊടുത്തു തീർക്കണം. നേരെ കുറച്ച് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഒരു ലോൺ ഫ്രം എ വൈഫ് ഓഫ് എ പാർട്ട്ണർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് സാധാരണ ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി പേ ഓഫ് ചെയ്യണ പോലെ വേണം കണക്കാക്കാൻ. ഇത്രയും കാര്യമാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ എൻട്രീസും റിയലൈസേഷൻ അക്കൗണ്ടൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് പിന്നീട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ശരി. താങ്ക് യു.